ഒരുക്കിയിരിക്കുന്ന പുതിയ ഡെൻ്റൽ ഒ പി എല്ലാവിധ സംവിധാനങ്ങളും, അതായത് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വെല്ലുന്ന തരത്തിലുള്ള സംവിധാനങ്ങളാണ് നമ്മളിവിടെ ഒരുക്കിയിരിക്കുന്നത്. 2 ഡെൻ്റൽ ചെയർ, ഒരു ഡെൻ്റൽ ഡോക്ടർ. ഇനിയിപ്പോൾ നമുക്ക് ഇതിൽ കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങൾ വേണ്ടത് ഒരു അസിസ്റ്റൻറ്റ്, കൂടുതലായിട്ടൊരു ഡെൻ്റൽ ഡോക്ടർ കൂടെ. അപ്പോൾ ഈ ഒരു ബേസിക് കാര്യങ്ങൾ, അതായത് നമുക്ക് ദന്ത ചികിത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എല്ലാ മേഖലയിലെയും പോലെ തന്നെ അതിനൂതന സംവിധാനങ്ങൾ ഉള്ള ഒരു ഫീൽഡാണ്. അപ്പോൾ നമുക്കിവിടെ തുടക്കത്തിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന, പൊതുജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയത് എല്ലാവിധ ബേസിക് ട്രീറ്റ്മെൻറ്റ്സ്, അതായത് പല്ലെടുക്കുക, പല്ല് ക്ലീൻ ചെയ്യുക, പല്ലടയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം മുമ്പിലത്തെ പല്ലുകൾ, അതായത് എസ്തെറ്റിക് ഡെൻ്റൽ ട്രീറ്റ്മെൻറ്റ്സ് കൊടുക്കാൻ പറ്റും. നമുക്ക് പുറകിലത്തെ പല്ലടയ്ക്കുക, കുട്ടികളുടെ ദന്ത ചികിത്സ, അതായത് എല്ലാ ബേസിക് കാര്യങ്ങളും നമുക്ക് പൊതുജനങ്ങൾക്ക് നൽകാൻ പറ്റിയ രീതിയിലുള്ള സംവിധാനങ്ങളും അതിനു വേണ്ടിയുള്ള മെറ്റീരിയൽസ് നമുക്കിവിടെ എത്തിക്കഴിഞ്ഞു. അപ്പോൾ കുറച്ചുകൂടെ മെച്ചപ്പെട്ട സേവനം നമുക്ക് കൊടുക്കാനുള്ള സംവിധാനങ്ങൾ നമുക്കിവിടെയുണ്ട്. അതിന് വേണ്ടത് നമുക്കൊരു സ്റ്റാഫ് സ്ട്രെങ്ത്ത്, കൂടുതലൊരു ഡോക്ടറും, പിന്നെ അതേപോലെ തന്നെ നമുക്ക് വർക്ക് ചെയ്യാൻ ഒരു അസിസ്റ്റൻറ്റിനാണ് നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ വേണ്ടത്. പണ്ടുകാലത്ത് നമ്മൾ തീരെ അവഗണിച്ചിരുന്ന നമ്മുടെ ഒരു ശരീരഭാഗമാണ് പല്ല്. പല്ലിന് എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ, പല്ല് വേദന വന്നു കഴിഞ്ഞാൽ പല്ലെടുത്ത് കളയുക എന്ന് മാത്രമാണ് പണ്ടത്തെ ആളുകൾ ചിന്തിച്ചിരുന്നത്. പക്ഷേ എന്നാൽ ഇന്ന് നമുക്കറിയാം, പല്ല് നന്നായാൽ പാതി നന്നായി എന്നൊരു ചൊല്ല് നമ്മളെല്ലാവരും കേൾക്കുന്നതാണ്. അപ്പോൾ പല്ല്, നമ്മൾ ആത്മവിശ്വാസത്തോടെ നമുക്കൊരാളോട് സംസാരിക്കാനാണെങ്കിലും ചിരിക്കാനാണെങ്കിലും നമുക്ക് നല്ല പല്ല് നമ്മളേവരും ആഗ്രഹിക്കുന്നതാണ്. അപ്പം ഇപ്പോൾ നൂതന സംവിധാനങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ പല്ലെടുക്കുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല. എത്ര കേടുവന്ന് ഏത് രീതിയിൽ പോയ പല്ലുകളാണെങ്കിലും നമുക്കതിനെ പഴയ രൂപത്തിൽ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന ചികിത്സാ സംവിധാനങ്ങൾ ഇന്ന് നിലവിലുണ്ട്. പല്ലെടുക്കാതെ തന്നെ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല്ലിനെ കൂടെ തന്നെ മോണയും അത്യന്താപേക്ഷിതമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമുക്കിപ്പോൾ അറിയാം, പല്ല് നിൽക്കുന്നത് തന്നെ മോണയിലാണ്. അപ്പം മോണയ്ക്ക് എന്തെങ്കിലും, ഇപ്പോൾ കൂടുതലായിട്ട് ഡയബറ്റിക് പേഷ്യൻസിൽ നമ്മൾ കാണുന്നതാണ്, മോണ വീക്കാവും, പല്ലിളകും. അപ്പോൾ 6 മാസത്തിലൊരിക്കൽ ഒരു ഡെൻ്റൽ ഡോക്ടറെ കാണേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അതുകൂടാതെ നമുക്കറിയാം, വായിലുള്ള ക്യാൻസറുകൾ ഇതുപോലെ ഏർലി ഡിറ്റക്ഷൻ, നേരത്തെ കണ്ടെത്തിയാൽ ചികിത്സാ ചെലവ് കുറയും, നമുക്കുള്ള സമയവും കുറയും, പെട്ടെന്ന് നമുക്ക് ചികിത്സിച്ച് ശരിയാക്കാൻ പറ്റുന്നതാണ്. ബാക്കി എല്ലാവിധ ഡെൻ്റൽ ട്രീറ്റ്മെൻറ്റ്സും അങ്ങനെയാണ്. ചെറിയൊരു കേട് പല്ലിൽ ആദ്യം കാണുമ്പോൾ അപ്പോൾ തന്നെ ചികിത്സ തുടങ്ങിക്കഴിഞ്ഞാൽ കോംപ്ലിക്കേറ്റഡ് ട്രീറ്റ്മെൻറ്റ്സ് ആയ റൂട്ട് കനാൽ ഒഴിവാക്കാം, പല്ലെടുക്കുന്നത് ഒഴിവാക്കാം. അപ്പം എത്രയും പെട്ടെന്ന് കണ്ടെത്തിയാൽ നമുക്ക് ചികിത്സ ചെലവ് കുറയും, നമുക്ക് നമ്മുടെ പല്ല് തന്നെ സംരക്ഷിച്ച് നിർത്താനും പറ്റും, അതെടുക്കുന്നത് ഒഴിവാക്കാനും പറ്റും. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. കോഓപ്പറേറ്റീവ് കോളേജ് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി കൊണ്ടോട്ടി സഹകരണ മേഖലയിൽ 3 ന്യൂജൻ കോഴ്സുകൾ, BSc ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, BSc ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററ്റിക്സ്, BSc ഹോട്ടൽ മാനേജ്മെൻറ്റ് ആൻഡ് കാറ്ററിംഗ്. ഇനി പഠിച്ചിറങ്ങുകയല്ല, പഠിച്ചു കയറുകയാണ് ചെയ്യേണ്ടത്. ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ കോളേജിലേക്ക്. കോഓപ്പറേറ്റീവ് കോളേജ് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി കൊണ്ടോട്ടി, ഇനി പഠിച്ചുയരാം.